ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും കുട്ടികൾക്കായോ അല്ലെങ്കിൽ മുതിർന്നവർക്കായോ ഡിജിറ്റൽ ബുക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാഗസിനുകളും ഉണ്ടാക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഫോട്ടോസ് കൂട്ടിച്ചേർത്തുകൊണ്ട് ബുക്കുകൾ നിർമ്മിക്കാറുണ്ട്. ഇങ്ങനെ ഡിജിറ്റലായി ബുക്കുകൾ നിർമ്മിക്കുമ്പോൾ നമുക്കത് പേപ്പർ മാഗസിൻ പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതേ സൗകര്യത്തോടുകൂടി പേജുകൾ മറക്കാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയായി ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ അത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കും. എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാഗസിൻ പേപ്പർ മാഗസിൻ പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ മാഗസിൻ നിർമ്മാണത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം ഒരു ഫോൾഡറിലേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു ഫോൾഡറിൽ ഫ്ലിപ്പ് ബുക്കിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കവർ പേജുണ്ട്, കുറേ ചിത്രങ്ങളുണ്ട്, കുട്ടികൾ വരച്ച കുറേ ചിത്രങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഒരു ആർട്ടിക്കിളും ഇവിടെ ഉണ്ട്. അപ്പോൾ എത്രയാണോ ഉള്ളത് അത് മുഴുവൻ ഇങ്ങനെ ആക്കി വെക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, വിൻഡോസിലാണെങ്കിൽ MS വേർഡ് തുറക്കുക, ഉബുണ്ടുവിലാണെങ്കിൽ ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുക. ഞാനിവിടെ ലിബർ ഓഫീസ് റൈറ്ററാണ് തുറക്കുന്നത്. ലിബർ ഓഫീസ് റൈറ്റർ തുറന്നതിന് ശേഷം നമ്മളുടെ മാഗസിനിലേക്ക് അല്ലെങ്കിൽ ഫ്ലിപ്പ് ബുക്കിലേക്ക് ആവശ്യമുള്ള ഓരോ പേജും സെറ്റ് ചെയ്യുക. ഈ റൈറ്ററിലെ അല്ലെങ്കിൽ വേർഡിലെ ഓരോ പേജും മാഗസിൻ്റെ ഓരോ പേജായി കണക്കാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായി എനിക്ക് കവർ പേജാണ് വേണ്ടത്. അപ്പോൾ ഇൻസേർട്ട് ഇമേജ്, ഞാൻ കവർ പേജ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒന്നാമത്തെ പേജിൽ കൊടുത്തു. അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവിടെ അടിയിൽ ഇങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം. ഓക്കെ, ഒരു പേജ് ഫുള്ളായിട്ട് കവർ പേജായിട്ട് നമ്മൾ നൽകി. രണ്ടാമത്തെ പേജിൽ ഇന്നറാണ്, അപ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കണം. അതുപോലെ തന്നെ സൈഡിൽ ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു. മൂന്നാമത്തെ പേജിൽ ഒരു ആർട്ടിക്കിളാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പേജുകളിലായിട്ട് നമ്മൾ മുഴുവൻ കാര്യങ്ങളും ചേർക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പേജുകളിലായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ആർട്ടിക്കിൾ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പേജുകളിലായിട്ട് ചേർത്തു. ഇങ്ങനെ മാഗസിനിൽ വേണ്ട എല്ലാ പേജും സെറ്റായി കഴിഞ്ഞാൽ, കഴിയുന്നതും ഇരട്ട സംഖ്യയിൽ അവസാനിപ്പിക്കുക പേജ്. അപ്പോൾ എല്ലാ പേജും സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് സേവ് ചെയ്യാണ്. അത് നമുക്കറിയാം. എങ്ങനെയാണ് ഇത് സേവ് ചെയ്യാമെന്നറിയാം. ഫയലിൽ സേവ് കൊടുത്താൽ മതി. സേവ് ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ഒരു PDF കോപ്പി നമുക്ക് ആവശ്യമുണ്ട്. ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കാൻ ഇതൊരു PDF ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇനി അതല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് PDF കൊടുത്താൽ മതി. രണ്ടായാലും ഓക്കെ ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ട് ആസ് PDF കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഫോൾഡർ തന്നെ ഇത് സേവ് ചെയ്യാണ്. ബുക്ക് എന്ന പേരിലാണ് ഞാൻ ഇത് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്തു. അപ്പോൾ നമുക്കിത് PDF ആയിട്ട്, ബുക്ക് എന്ന് പറഞ്ഞിട്ട് PDF ആയിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത് PDF ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൗസർ തുറക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഫയർഫോക്സ് തുറക്കുകയാണ്. ഫയർഫോക്സ് തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലിപ്പ് ബുക്ക് 5 എന്ന് നമ്മൾ സെർച്ച് ചെയ്യാണ്. എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഫ്ലിപ്പ് HTML5 ഫ്രീ HTML5 ഫ്ലിപ്പ് ബുക്ക് മേക്കർ ഓൺലൈൻ എന്ന് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് കിട്ടുക. ഇവിടെ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ആണ്. അതുകൊണ്ട് ഇവിടെ എൻ്റെ പേരും അതുപോലെ തന്നെ ലോഗോയും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുക. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ അപ്പും സൈൻ ഇന്നും വരും. അതിൽ നിങ്ങൾ ആദ്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ സൈനിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ
മെയിലിലേക്ക് വരും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സൈൻ ഇൻ ആണ്. ഇങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ക്വിക്ക് അപ്ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ PDF ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ലഭിക്കും. ഇവിടെ അപ്ലോഡ് PDF എന്ന് കൊടുക്കുക. അപ്പോൾ എവിടെയാണ് നമ്മളുടെ ഫയൽ ഉള്ളത് എന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളുടേത് ഡെസ്ക്ടോപ്പിൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് PDF ഉണ്ട്. book.pdf മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് എന്താണ്? ഇത് നമ്മളുടെ ഡിജിറ്റൽ ബുക്കാണ്. നമുക്കവിടെ കൊടുക്കാം. എന്താണോ മാഗസിൻ അതിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഇംപ്രഷൻ എന്നാണ്. അത് വേണമെങ്കിൽ അതും കൂടെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇംപ്രഷൻസ്. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതിന് വർക്ക്സ് ഓഫ് സ്റ്റാൻഡേർഡ് 10 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി കീവേഡ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഡിജിറ്റൽ ബുക്ക് എന്താണോ അത് കൊടുക്കാം. ഇനിയും കുറേ കീവേഡ്സ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നു. അപ്പോഴത്തേക്കും നമുക്കിവിടെ മാഗസിൻ ശരിയായി വന്നിട്ടുണ്ട്. ഇത് നോക്കിയോ. ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് ഈ മാഗസിൻ്റെ ഒരു രൂപമെന്ന്. ഓരോ പേജുകളായി നമുക്ക് വേണ്ട മാഗസിൻ റെഡി ആയിരിക്കുകയാണ്. ഇത് ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേജുകൾ മറക്കാം. ഇനി അതല്ലെങ്കിൽ ഫോണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മറച്ചിടാം നമുക്ക് പേജ്. ഇത്രയും പേജുകളെ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും. ഇങ്ങനെ മറക്കാം. ഇനി ഇതിൻ്റെ അകത്ത് മറ്റു ചില സൗകര്യങ്ങളുണ്ട്. ഇത് ബുക്ക് ഇൻഫോ ആണ്. ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സിൽ ഇവിടെ ആദ്യം വരുന്ന ഫ്രീ ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. ഇനി പ്രോ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ പൈസ അടച്ച് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം കിട്ടുന്നതാണ്. നമുക്ക് ഫ്രീ ടെംപ്ലേറ്റ്സ് തന്നെ മെട്രോ എന്ന് പറയുന്ന ഒന്നായിരിക്കും ഡിഫോൾട്ടായിട്ടുണ്ടാവുക. ഹാൻഡി എന്ന് പറയുന്ന വേറൊന്നുണ്ട്. ഏതെങ്കിലും വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇവിടെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഒരു ഡാർക്ക് കളറാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സ്കൈ ബ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് അടിയിൽ അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇത് മാറി വരുന്നത് കാണാം. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറും. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള രീതിയിൽ ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ബുക്ക് മാർക്ക്, അതുപോലെ തന്നെ ആഡ്സ്, ബാനർ, ലാംഗ്വേജ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാം. അത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2-3 രീതിയിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ തന്നെ എത്തിച്ചു കൊടുക്കാം. ഒന്നാമത്തത് ഇതെവിടെ ഷെയർ ബട്ടൺ കാണാം. ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ QR കോഡ് നമുക്ക് ലഭിക്കും. ഈ QR കോഡ് നമുക്ക് ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെയോ അല്ലെങ്കിൽ ഒരുപാട് മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ഇതിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ ബുക്കിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാട്സപ്പ് നമുക്ക് ഡെസ്ക്ടോപ്പിലൂടെ തുറന്ന് അതിനകത്ത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ പ്രീമിയർ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്ക് അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ലിങ്ക് ഒന്ന് ഇവിടെ കൊടുത്തിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പുസ്തകം തുറന്നു വന്നിട്ടുണ്ട്. ഇതെനിക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മറച്ചിടാവുന്ന രീതിയിലാണ്. സാധാരണ പുസ്തകം വായിക്കുന്ന അതേ ഇഫക്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എത്ര പേജുള്ളത് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് പുസ്തകമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. എളുപ്പത്തിൽ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ അവരുടെ വർക്കുകൾ നമുക്ക് ഇതുപോലെയാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.